ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസ് തിരിച്ചെത്തി. ലാലേട്ടൻ ആദ്യം തന്നെ ആര്യനോട് പറയുന്നുണ്ട്, ഇത്രയുമായ സ്ഥിതിക്ക് 3 ക്യാപ്റ്റന്മാരും ഒരുമിച്ചിരിക്കുകയെന്ന്. ഇത് കേട്ട് മറ്റുള്ളവർ ചിരിക്കുകയാണ്. ലാലേട്ടൻ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ തന്നെ എല്ലാവരും ഷാനവാസിക്ക എന്ന് പറയുന്നുണ്ട്. ഷാനവാസിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ആരോഗ്യമെല്ലാം ഓക്കെ ആയോ എന്ന്. അതെ, ഡബിൾ ഓക്കെയാണ്. ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇനി ഗെയിമിൽ ഫോക്കസ് ചെയ്യുക, 2 ആഴ്ചയെ ഇനി ബാക്കിയുള്ളൂ, ഉഷാറല്ലേ എന്നൊക്കെ. ബിഗ് ബോസിന്റെ സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ എനർജറ്റിക് ആയി എന്ന് ഷാനവാസ് പറഞ്ഞപ്പോൾ, ഈ എനർജി എന്നും ഉണ്ടാവട്ടെ, വീടിനുള്ളിലേക്ക് പോകാം, ഓൾ ദി വെരി ബെസ്റ്റ് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ശേഷം കൺസെഷൻ റൂമിൽ നിന്നും അകത്തു കയറി. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരു സംസാരത്തിനിടയിലാണ് ഷാനവാസ് കടന്നു വന്നത്. ഞാൻ 3 ക്യാപ്റ്റന്മാരെ അവിടെ ഇരുത്തി. വളരെ അത്യപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. അവർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ആദ്യം അനീഷിനോടാണ് ചോദിച്ചത്. ബിഗ് ബോസ് സീസൺ 7-ലെ ഇത്രയും നാൾ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ഇവരുടെ 3 പേരുടെയും ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീമുകളെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇവർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് കിച്ചൺ വേണം എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് കിച്ചണിലേക്ക് 3 പേർ വന്നത്. കിച്ചണിലെത്തിയപ്പോൾ ഇവരുടെ വിചാരം ഞങ്ങളാണ് ഈ ബിഗ് ബോസ് വീട് ഭരിക്കുന്നത് എന്നുള്ള അഹങ്കാരം തലക്ക് പിടിച്ചിട്ടായിരുന്നു ഈ 3 പേരും ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം വന്നപ്പോൾ ഇവർ 2 നേരം മാത്രമാണ് ഭക്ഷണം തന്നുള്ളൂ. അതുകൂടാതെ ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ഭക്ഷണം കഴിച്ച് വയർന്നിറക്കുന്നു. ബാക്കിയുള്ളവരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ചിന്തകളും ഇവർക്കുണ്ടായിരുന്നില്ല.